നമ്മളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പുറകെ നടക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ നാട്ടിൽ പലരും നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ചോദിക്കുന്നുണ്ട് ഈ യുദ്ധം എന്തായി എന്നുള്ളത്. കാരണം നമ്മളെ മാധ്യമങ്ങൾ പോലും ഇപ്പോൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. എല്ലാവരും തെരഞ്ഞെടുപ്പിൻ്റെ പുറകെ ഇങ്ങനെ സ്ഥാനാർത്ഥികളെ കൂടെയൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ ഒരു ഭീകരത നമ്മൾ അത് അറിയാനിരിക്കുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അത് നമുക്ക് സങ്കല്പത്തിനപ്പുറം. എന്തിനേറെ പറയും, നമ്മൾ ഒരാഴ്ച സർവേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഈ ലോകത്തുനിന്ന് എല്ലാ വിവരങ്ങളെയും നമ്മൾ മാറിപ്പോയി എന്നുള്ളതാണ്. ആ സത്യമാണ്. മെനിഞ്ഞാന്ന് ഞാനിവിടെ എത്തിയിട്ട് രാവിലെ ചെയ്യാൻ നോക്കുമ്പോഴേക്കും ഇന്റർനാഷണൽ കാര്യങ്ങൾ നമ്മളിതിന് ഒന്നേന്നും തപ്പിയെടുക്കുകയാണ്. കാരണം നമ്മൾ ആ ഒരാഴ്ച പിന്നിലേക്ക് കൊണ്ടു വന്നു. ഇതിനിടയ്ക്ക് ഒന്നാമതേ നമ്മുടെ പത്രങ്ങളിൽ വാർത്ത കുറവാണ്. അതെ. പിന്നെ മനോരമയൊക്കെ പോലുള്ള പത്രങ്ങൾ അവർക്ക് പിന്നെ ഒരു റൊട്ടീൻ ആയതുകൊണ്ട് അവർ ഒന്നാം പേജിൽ ഏതെങ്കിലും ഒരു സ്റ്റോറി കൊടുക്കും. അപ്പം ഇതിനിടയ്ക്ക് ചന്ദ്രനി ചുറ്റാൻ പോയ സംഭവം ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ഈ സർവേ കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മളിത് കാണുന്നത്. അപ്പം ഈ യുദ്ധത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്നും അറിയില്ല. പക്ഷേ ചില നമ്മുടെ സുഹൃത്തുക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയ ഒരു കാര്യം, ഗൾഫ് കൺട്രീസ് എല്ലാം ഭയവിഹുലരാണ്. അവിടെയാണ് നമ്മളെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം ഗൾഫാണ്. ഗൾഫിലാണ്. ഇപ്പോൾ ട്രംപ് ഏറ്റവും ഒടുവിലത്തെ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ രാത്രി 8 മണിക്ക് ഞാൻ ആക്രമിക്കുമെന്നാണ് ഇറാൻ. ഈ സമയം പണ്ട് അംഗചേവന്മാർ സമയവും കാലമൊക്കെ കുറിക്കും പോലെ നാളെ രാത്രി 8 മണിക്ക് യുദ്ധം ചെയ്യാൻ വരുമെന്നാണ്. അങ്ങനെ സാധാരണഗതിയിൽ ഒരു രാജ്യവും നാളെ രാത്രി 8 മണിക്ക് യുദ്ധം ചെയ്യാൻ വരുമെന്ന് പറയില്ല. നിങ്ങളെ പാലവും നിങ്ങളുടെ ഡിഫൻസ് സംവിധാനങ്ങളും എല്ലാം ഞങ്ങൾ തകർക്കും എന്നൊക്കെ പറയാണ്. മാത്രമല്ല ആ സന്ദേശം മുഴുവൻ അസഭ്യമാണ്. അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ അദ്ദേഹത്തിൻ്റെ ആ ഫേസ്ബുക്ക് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് അല്ലല്ല അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വേറെ ട്രൂത്ത് മീഡിയ. അപ്പോൾ അതിൽ മുഴുവൻ അദ്ദേഹം പറയുന്നത് പച്ചത്തെറിയാണ്. എന്നിട്ട് നാളെ ആക്രമിക്കുമെന്നാണ്. സമയപരിധി കഴിയുകയാണ്. നാളെ സമയപരിധി കഴിയും. മറ്റേ 42 മണിക്കൂറിനുള്ളിൽ ഹോർമോസ് കടലെടുത്ത് തുറക്കണം എന്നുള്ളതൊക്കെ കഴിഞ്ഞു. ഈ ട്രംപിന് ഏറ്റവും പ്രകോപനം വരാനുള്ള ഒരു കാര്യങ്ങളിലൊന്ന് അവരുടെ വിമാനം പിടിച്ചിട്ടാണ്. അത് ഒന്നാണോ രണ്ടെണ്ണം ആയിട്ട് ഒരുത്തൻ എങ്ങനെയൊക്കെ ഊരി അവിടുന്ന് പോയി. മറ്റേ പുള്ളി രക്ഷപ്പെട്ട കഥ കണ്ടില്ലേ? അത് ഗംഭീരം. അയാള് ഭയങ്കര. അത് ഞാനിങ്ങനെ അത് വായിക്കായിരുന്നു. ആ അമേരിക്കൻ സൈനിക ആ ഒരു പരിശീലനത്തിന്റെ ഒറ്റ മികവിലാണ് അയാൾ രക്ഷപ്പെട്ടെന്നുള്ളത്. അയാൾ ആദ്യം സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തുന്നു. അയാൾ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് ഇവരുടേതായിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ അതിൽ രസകരമായ കാര്യം, ഇയാൾ നല്ല കാലത്ത് തകർന്നു വീണത് ഒരു പർവ്വത മേഖലയിലായിരുന്നു. അപ്പോൾ ഇയാളൊരു വിടവ് കണ്ടെത്തി ആ പർവ്വതത്തിനിടയിൽ അതിനിടയിലോട്ട് കയറിയിരുന്നു. അപ്പോൾ ഇവരുടെ ഈ സിഗ്നൽ ഡീകോഡ് ചെയ്യാൻ ഇറാന് കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാളെ വേറെ രസമുള്ളത്, ഇയാൾ ബീക്കൺ ലൈറ്റ് ഉണ്ട്, അത് കാണിക്കുകയാണെങ്കിൽ ഇറാൻ പിടിക്കുന്ന കാരണം അയാൾ അത് കത്തിച്ചില്ല. അപ്പോൾ അയാൾ ചെയ്തത് മെസ്സേജ് അയച്ചു. മെസ്സേജ് ഫ്രീക്വൻസിയിൽ റേഡിയോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സാറ്റലൈറ്റ് ഫോൺ കാണും മെസ്സേജ് അയച്ചു. പക്ഷേ അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു സംശയം വന്നു, ഇയാൾ ബന്ദിയായി കഴിഞ്ഞോ എന്നുള്ളത്. എന്നിട്ട് അവിടെ ഇരുന്നുണ്ട് ഈ ഇറാൻകാർ ഇയാളെ കൊണ്ട് മെസ്സേജ് അയപ്പിക്കുന്നതാണോ എന്ന് ആദ്യം അവർക്ക് സംശയം വന്നു. അപ്പോൾ അതാണ് ആദ്യം അവരൊന്ന് അറച്ചു. ഇയാൾ ഇനി അവരെ പിടിയിലായി കഴിഞ്ഞോ എന്ന് അവർ സംശയിച്ചു. കാരണം ഇറാൻ പ്രഖ്യാപിച്ചല്ലോ ഇയാളെ പിടിച്ചു കൊടുത്താൽ പൈസ ഉണ്ടല്ലോ, $60,000 പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം മാത്രമല്ല ഇയാളെ തിരയാൻ വേണ്ടി സകല ആളുകളെയും അവിടുത്തെ ഇടയന്മാരെ എല്ലാവരും ഈ വനപ്രദേശം അറിയുന്ന എല്ലാവരും വിട്ടു തന്നെ പറഞ്ഞു, പർവ്വതം അറിയുന്നവരെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് അങ്ങനെ അല്ല, അവസാനമായിട്ട് തോന്നി ഇത് കറക്റ്റ് ഇയാൾ ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത്. പക്ഷെ ആ ദൗത്യം ഭയങ്കരമായിരുന്നു. കാരണം ഇയാളെ രക്ഷപ്പെടുത്താൻ രാത്രി കൊണ്ടുവന്നൊരു വിമാനം, ഈ വിമാനങ്ങൾ പല സ്ഥലത്ത് ഇറക്കാൻ പറ്റിയ വിമാനമുണ്ട്. വേണ്ടത്ര സംവിധാനമില്ലാത്തൊരു സ്ഥലത്തുള്ള വിമാനം ഇറക്കി. ഈ വിമാനം കുടുങ്ങി പോയിട്ടുണ്ടെന്ന് അവിടെ കത്തിച്ചു. ആ വിമാനം അവർ കത്തിച്ചു എന്ന് പറഞ്ഞാൽ അമേരിക്ക. ആരും ഇവിടെ കിടന്ന ഇത് മെനക്കെടാവുമെന്ന് കരുതി 2 മണി കത്തിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് എങ്ങനെയാണ് ഇയാളെ രക്ഷപ്പെടുത്തി ഇയാളെ കുവൈറ്റ് ആശുപത്രി പ്രവേശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതെ, ഈ അവർ പറയുന്നത്, ഈ ഇറാൻ പറയുന്നത് അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ ഞങ്ങൾ വെടിവെച്ച്, അത് കൂടാതെ രക്ഷാപ്രവർത്തനത്തിന് വന്ന വിമാനങ്ങൾ ഞങ്ങൾ വെടിവെച്ച് കത്തിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ഇത് തന്നെ ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർ അമേരിക്ക കത്തിച്ചെന്നാണ് അമേരിക്കക്കാർക്ക് ഇന്നും പ്രതികരിച്ചിട്ടില്ല ആ വിമാനങ്ങൾക്ക് എന്താണ് സംഭവിച്ചെന്നുള്ളത്. ഒരുപക്ഷെ ഇപ്പം പാശ്ചാത്യ മാധ്യമങ്ങളിൽ നമ്മൾ വായിച്ച റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ അമേരിക്കനെ കത്തിച്ചെന്നാണ് പറയുന്നത്. അത് സത്യമായിരിക്കും, സ്വാഭാവികമാകാം. കാരണം ഇനി കിടന്നിട്ട് ഈ വിമാനം ഇളക്കാൻ പറ്റാതായി ചെളിയിൽ പൊതിഞ്ഞു പോയെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കത്തിച്ച് കളഞ്ഞ് കാണുമായിരിക്കും. അതായത് ഈ ഇറാൻ ഇയാളെ കണ്ടെത്തിയിരുന്നു തോന്നുന്നു. ഇയാളെ പിടിക്കാൻ ഇവർക്ക് കരമാർഗമേ പോകാൻ പറ്റിയിട്ടുള്ളൂ. കാരണം അമേരിക്ക കവറിംഗ് ഫയർ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, മാത്രമല്ല ഈ ഇറാൻ ഒരു വലിയ ദൗർബല്യം സെറ്റ് ബാക്ക് ഉള്ളത്, അവർക്ക് വ്യോമസേന സംവിധാനം അവർക്ക് നല്ലതല്ല. ഡ്രോണുണ്ട്, വിമാനങ്ങളില്ല അവർക്ക്. ഇല്ല. കാരണം പണ്ട് അമേരിക്കയുടെ നിന്ന് വാങ്ങിച്ച ഒരുപാട് വിമാനങ്ങളൊക്കെ കയ്യിലുണ്ട്. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി സ്പെയർ പാർട്ട് പോലും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷേ അവർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിച്ച വിമാനം അവരേൽ ഉണ്ടെങ്കിൽ പോലും ഈ അമേരിക്കൻ യുദ്ധവിമാനപ്പോൾ അത്രയും പ്രസിഷനുള്ള വിമാനങ്ങൾ അവരേലില്ല. അതുകൊണ്ടാണ് ഇയാൾ ഒരുപക്ഷെ രക്ഷപ്പെടുന്നത്. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അയാൾ കൃത്യമായിട്ട് അയാൾ ചെന്ന് വീണത് ഈ പർവ്വത നിരയിലായോണ്ട് രക്ഷപ്പെടും. ഏതെങ്കിലും ഗ്രാമത്തിലെങ്ങാനും ആയിരുന്നെങ്കിൽ നാട്ടുകാരപ്പം തന്നെ പിടിച്ചു കൊടുത്തന്നെ. അത് അപ്പോഴേ ഇജക്ട് ചെയ്ത് പോവായിരുന്നല്ലോ. ഈ യുദ്ധവിമാനം അതിന് വെടി കൊണ്ടപ്പോഴേ ഇജക്ട് ചെയ്ത് മറ്റേ അംബ്രല്ല പിന്നെ പാരച്ചൂട്ട് വിടർത്തി നേരെ ഇവിടെ ഇറങ്ങി വരുന്നു. ഈ സംഗതി എന്തായാലും അമേരിക്ക ശരിക്കും വലഞ്ഞു. ഇത് ഒരു തീരുമാനമാകാതെ നിർത്തിയാൽ
ട്രംപ് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ല മാത്രമല്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഈ 2 യുദ്ധവിമാനം വെടിവെച്ചിട്ട് ഒരു വിമാനത്തിൻ്റെ വില എത്രയാണെന്ന് അറിയാം. F-15 വിമാനത്തിനൊക്കെ ആയിരക്കണക്കിന് $1 കോടി വിലകളാണ് F-15. അതുപോലെ മറ്റേ 310 130. ഈ 2 വിമാനം കത്തിച്ചാലും അവരിനെ ആക്രമിച്ചാണെങ്കിലും ആ 2 വിമാനം കൂടെ പോയില്ലേ, അത്ര കാശ് കൂടെ പോയില്ലേ? കാശ് വരും. ഒരു വിമാനത്തിൻ്റെ കാശ് എത്രയാവും ആലോചിച്ച് നോക്ക്. അതൊരു ഭീകരമായ കാര്യമല്ലേ. മാത്രമല്ല ഇപ്പോൾ ഇറാൻ നിർമ്മിക്കുന്ന ഡ്രോണുകളാണ് ഒരു വലിയ ഭീഷണി. ഒരു ഡ്രോണിൻ്റെ നിർമ്മാണത്തിൽ $30,000, അതിനെ തകർക്കണമെങ്കിൽ $40 ലക്ഷം ചിലവാക്കണം ഇവർ ചിലവാക്കണം ഒരു ഡ്രോണിന്. അത് മാത്രമല്ല, അതിനിടയ്ക്ക് ഈ അമേരിക്കൻ പൈലറ്റിന് പിടിച്ചു കൊടുക്കുന്നവർക്ക് $60,000 പറഞ്ഞില്ലേ? അപ്പൊ ഇവരുടെ കയ്യിൽ നല്ലപോലെ പൈസയും ഉണ്ട്. പൈസ ഉണ്ട്. ഇത് പിടിച്ചു കൊടുക്കുന്നത് പണ്ട് നമ്മുടെ അഭിനന്ദൻ വർദ്ധമാൻ അവിടെ പോയ വീണ പോലെ അതെ പാകിസ്ഥാനിൽ പോയി പണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കിട്ടുന്നവരവർ പിടിച്ചുകൊണ്ട് ഭീകരമായ അവരെ അംഗവൈകല്യം വരുത്തുകയും കൊല്ലുകയും അവരെ കണ്ണു വീഴ്ന്നെടുക്കുകയും ചെയ്യുന്ന പരിപാടിയായിരുന്നു. പക്ഷേ ഇവിടെ നരേന്ദ്രമോദി ആയിരുന്നതുകൊണ്ട് സംഗതി അവിടുത്തെ പ്രതിരോധ മന്ത്രി പോലും വിറച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് സന്ദേശം പോയപ്പോഴേ മര്യാദയ്ക്ക് അയാളെ 24 മണിക്കൂറിനും വിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ ഈ പാകിസ്ഥാൻ രാജ്യം കാണില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മെസ്സേജ് കൊടുത്തതാണ് അങ്ങോട്ട്. അതാണ്. അത് മാത്രമല്ല, നമ്മൾ അവരെ എപ്പം ചൊറിഞ്ഞെന്ന് പറയാൻ പ്രകോപിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇവർക്ക് തിരിച്ചടിക്കാൻ ഒരു ഭീതിയുണ്ട് ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം ഇറാൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യം ഇത്രയും ഒക്കെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിൽ പോലും അവരുടെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് അതാണ്. മാത്രമല്ല അത് ഭയങ്കരമാണ്. മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളെ പോലെ ഇറാൻ ഒരു വലിയ രാജ്യമാണ്, വലിപ്പമുള്ള രാജ്യമാണ്. അത് പലർക്കും നമ്മുടെ പലർക്കും അത് അറിയില്ല. വലിയ രാജ്യമാണ്. ഇറാൻ ആക്രമിക്കാത്ത അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതല്ലെങ്കിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനി നാളെ ആക്രമിക്കാൻ അറിയാൻ ചിലപ്പോൾ അയാൾ എല്ലാ പ്രധാനപ്പെട്ട എല്ലാം ബോംബിട്ട് തകർക്കുമായിരിക്കും. പക്ഷെ അതൊരു ആത്മഹത്യപരമായ തീരുമാനമായിരിക്കും. അങ്ങനെയാണ് ഒരു രാജ്യത്ത് നശിപ്പിക്കാന്ന് പറഞ്ഞാൽ. അല്ല, പക്ഷേ ഇതുകൊണ്ട് അനുഭവിക്കുന്നവരാ സാധാരണക്കാർ, ഗൾഫ് കൺട്രീസാ ഇതിന്റെ എല്ലാം അനുഭവിക്കാൻ പോകുന്നത്. യുവന്മാർ അവിടെ നിന്നുകൊണ്ട് നങ്കൂര വിട്ട് ഷിപ്പിൽ നിന്നും അവരുടെ വ്യോമത്താവളങ്ങളിൽ നിന്നും അവിടെ ഉണ്ടാക്കിയ താവളങ്ങളിൽ നിന്നും ഇങ്ങോട്ട് കയറി ആക്രമിക്കും. യുവന്മാരെന്തോ ചെയ്യും? ഇവർക്ക് അമേരിക്കയിൽ പോയി അടിക്കാൻ പറ്റുമല്ലോ. പിന്നെ അമേരിക്ക ഉള്ളിടത്തെ അവർക്ക് അടിക്കാൻ പറ്റും. അത് ഗൾഫ് കൺട്രീസിൽ ഗൾഫ് രാജ്യങ്ങളിലെ വ്യവസായ മേഖലയിൽ വലിയ പ്രതിസന്ധിയുണ്ട്. ഈ ഒരു മാസം കൂടെ അങ്ങോട്ട് നീണ്ടു പോവുകയാണെങ്കിൽ പല സ്ഥാനങ്ങളും പൂട്ടി പോകുന്നതാണ് പറയുന്നത്. പലരെയും തൊഴിൽ നഷ്ടമാവും. പല തൊഴിൽ നഷ്ടമാവും. ഇവരെല്ലാം കൂടെ ഇങ്ങോട്ട് വന്നുള്ള അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ ഗൾഫിൽ നല്ല സാലറി വാങ്ങിച്ച് സ്വയം ജീവിക്കുന്ന ആളുകൾ ഇനി തിരിച്ച് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ആ രീതിയിലൊരു ബാധ്യത നമുക്ക് ഉണ്ടാകും. പക്ഷെ നമ്മൾ ഒരുപക്ഷെ ഇന്ത്യ മുൻകൈ എടുത്താലൊക്കെ ഇതിനൊരു പരിധി വരെ പരിഹാരം കാണാൻ കഴിയും. പക്ഷേ അവർ ഔദ്യോഗിക ആവശ്യപ്പെടാൻ നമുക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ. മാത്രമല്ല ട്രംപിൻ്റെ അടുത്ത് ആരിടപെടും എന്നുള്ളതാണ്. ട്രംപ് ഇപ്പം പറയുന്നതല്ല, അല്പം കഴിയുമ്പോൾ പറയുന്നത്. അല്ല, ഇടയ്ക്ക് പാകിസ്ഥാനും എല്ലാം കൂടെ കൂടി ചൈനയും എല്ലാം കൂടെ കൂടി ചർച്ച നടത്തുമെന്ന് പറഞ്ഞിരുന്നു. അതെ, അതൊന്നും ആയില്ല. ട്രംപിനോട് ആരും സംസാരിക്കാന്നുള്ളതാണ് കാര്യം. ട്രംപ് എന്താണ് പറയുന്നത് ട്രംപിനെ അറിഞ്ഞുകൂടാത്ത അവസ്ഥയാണ്. ഇപ്പോൾ പുള്ളി എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വേറെ എന്ന് പറയും. 10 വെടിയർത്തലോ പ്രഖ്യാപിച്ചിട്ട് പറയുന്ന ആക്രമണങ്ങൾ നടത്തി. ഈ എന്തായാലും ഈ യുദ്ധത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അമേരിക്കയുടെ ഈ യുദ്ധവിമാനം വീഴ്ത്തുക എന്ന് പറയുമ്പോൾ ആ ഒരു സംഭവത്തോടു കൂടി അമേരിക്ക എത്രത്തോളം പിന്നാക്കം പോയി എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. മാത്രമല്ല ഇറാനിൽ നിന്ന് അയച്ച മിസൈൽ വന്ന ഡിഗോഗാസിയയിലാണ് ഇന്ത്യ മഹാസമുദ്രം 4000 കിലോമീറ്റർ താണ്ടിയാണ് അത് എത്തിയത്. അത് പക്ഷേ അതൊരു പ്രചരണമായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇറാൻ അത് നിഷേധിച്ചായിരുന്നു. ഇറാൻ അതൊരു നിഷേധിച്ചെന്ന് പറഞ്ഞാൽ ഇത് അമേരിക്ക തന്നെ അടിച്ചുവിട്ട ഒരു പ്രചരണമാണെന്ന് പറഞ്ഞു. കാരണം ഇവന്റെ കയ്യിൽ ഇനി ഈ സാധനം ഇരിപ്പുണ്ട്. അപ്പൊ ഇവനെ നിർവീര്യമാക്കാൻ വേണ്ടി ഞങ്ങൾ ആക്രമിക്കുന്നതെന്ന് ലോകത്തിന് മുമ്പിൽ വരുത്താൻ വേണ്ടി അമേരിക്ക നടത്തിയതാണെന്നാണ് ഇറാൻ പറയുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇറാന്റെ കയ്യിൽ വലിയ മിസൈൽ ഷെയർ ഉണ്ടെന്ന് മനസ്സിലായി. മിസൈൽ ഡ്രോണുകൾ, ആ മിസൈലും ഡ്രോണും മാത്രം വെച്ച് അവർ യുദ്ധം കളിക്കുന്നത്. അവരുടെ കാലാളും ഒന്നുമല്ല അവരുടെ വിഷയം. അവർ ഉപയോഗിക്കുന്ന മുഴുവൻ ഈ സാധനമാണ്. അത് മൊത്തം ചാത്തനുമാണെന്ന് തോന്നുന്നു. മാത്രമല്ല മുമ്പ് ഇറാനും ഇറാഖും തമ്മിൽ എത്ര വർഷം യുദ്ധം നടന്നു? എത്ര കാലം യുദ്ധം നടത്തി? ഇറാനും ഇറാഖും തമ്മിൽ ഒരു ദശകത്തിന്മേൽ യുദ്ധം നടത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതുകൊണ്ട് യുദ്ധം ചെയ്ത് നല്ല പരിചയമാണ് അവർക്ക് യുദ്ധം ചെയ്യാൻ അറിയാം. മാത്രമല്ല ഈ അമേരിക്ക ആദ്യം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞിരുന്നത് അവർ കരസേന ഇറക്കുന്നതാണ്. കരസേന ഇറക്കി അവിടെ നിന്ന് പിടിച്ചിക്കാൻ പറ്റില്ല അവർക്ക്. കാരണം അവിടുത്തെ പ്രതികൂല കാലാവസ്ഥ, അവിടുത്തെ ഈ പർവ്വതത്തിലൊന്നും സാഹിബിന് നിൽക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം 11 ലക്ഷത്തിലധികം പേരാണ് ഇറാൻ്റെ കരസേനയിലെ അംഗങ്ങൾ. അത് മാത്രമല്ല ഭൂപ്രകൃതിയാണ് പറഞ്ഞത്. ഭൂപ്രകൃതി എന്ന് പറഞ്ഞു കഴിയുമ്പം ഈ ഗൊറില്ല വാർ ഉണ്ടല്ലോ, അത് വരും ഭയങ്കരമായിട്ട്. എന്നാൽ ഇവിടുത്തെ ഈ മലകളും കുന്നുകളും ഗുഹകളും ഒക്കെ തിരിച്ചറിയാൻ ഈ അമേരിക്ക ബുദ്ധിമുട്ടും. ഇവിടുത്തെ ഈ ലാൻഡിൽ തന്നെയുള്ള വിഷയങ്ങൾ ഇപ്പം കരയിലൂടെ പോകുന്നതാണെങ്കിൽ പോലും എവിടെ നിന്നൊക്കെ അടി വരുമെന്നൊന്നും ഇവർക്ക് പറയാൻ പറ്റില്ല. എവിടെയൊക്കെ മൈൻ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? അതാണ് മാത്രം അവർ മിസൈൽ ലോഞ്ചറുകൾ പലതും ഇപ്പോൾ ഭൂമിക്കടിയിലാണെന്നാണ്. അതാ ഇതൊക്കെ എവിടെ നിന്നൊക്കെ മിസൈൽ വരുമെന്നൊന്നും അറിയാൻ പറ്റില്ല. ഇല്ല, അവിടെ കാണാൻ ചെന്ന് തല വെച്ച് കൊടുത്താൽ തീർന്നത് തന്നെ. ട്രംപ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒറ്റ അമേരിക്കക്കാരൻ പോലും ജീവൻ നഷ്ടമായിട്ടില്ലെന്നാ, അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്.
ഇത്രയും വലിയ യുദ്ധം നടന്നു. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ ശരിക്കും പ്രതിസന്ധിയില്ല. കാരണം അമേരിക്ക പിണക്കാനും പറ്റില്ല. ഇതിന് ഒരു തീർപ്പുണ്ടായില്ലെങ്കിൽ അവർ കുടുങ്ങുമെന്നുള്ള അവർക്ക് മനസ്സിലായി. കാരണം അവരുടെ ഈ എണ്ണ വിൽപ്പന നിന്നില്ലേ, അവരെ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ അതല്ല, അവിടെ വേറെ കച്ചവടമൊന്നും ഇല്ലല്ലോ. ഇറാൻ ഇതിനിടയ്ക്ക് എല്ലാം വിൽക്കുന്നുമുണ്ട്. ഇന്ത്യക്ക് തന്നല്ലോ തന്ന് ഹോർമൂസ് കടലെടുക്ക് കടന്ന് ഇന്നലെ വരെ 8 കപ്പൽ കടന്നു ഇന്ത്യയിലത്തേക്ക്. അതാ, ഇന്ത്യക്ക് ഇതിനകത്ത് ഒരു വിഷയമില്ല. ഇന്ത്യക്ക് അവർ എണ്ണയും തരുന്നുണ്ട്, എല്ലാം ഹാപ്പി. ബാക്കി ഇവരുടെയാണ്. മാത്രമല്ല ഫ്രാൻസിനെ കപ്പലിൽ കടത്തി വിട്ട കാര്യം എന്താണ്? ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് ട്രംപിനെ ചീത്ത വിളിച്ചു, പരസ്യമായിട്ട് ചീത്ത വിളിച്ചതേ ഉള്ളൂ. ശരി, ഫ്രഞ്ച് കപ്പൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞവർ അവർ വേറെ അനുമതിയൊന്നും ചോദിച്ചില്ല. അപ്പോൾ ഇതെന്തായാലും ലോകത്ത് നമ്മളെ ഈ തെരഞ്ഞെടുപ്പിനിടയിലൊക്കെ തന്നെ നമ്മൾ ഗൗരവതരമായി ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഇത് നമ്മെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പും വോട്ടെണ്ണലും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വരുമ്പോഴായിരിക്കും ഇതിന്റെ ഒരു രൂക്ഷത ഇങ്ങോട്ട് വരാൻ പോകുന്നത്. ഇപ്പൊ ഇതാർക്കും അറിയത്തില്ല ഇതിന്റെ ഒരു വിഷയം. എന്തായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് ഒരു പിടി ആർക്കും ഇല്ല.